മധ്യ തിരുവിതാംകൂറിൽ ഇത് മധുരം നിറയുന്ന കാലമാണ്. ചെറുതും വലുതുമായ തോട്ടങ്ങളിൽ ഇപ്പോൾ കരിമ്പിന്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവമ്മണ്ടൂരിലുള്ള ശ്രീകുമാർ എന്ന കർഷകന്റെ കരിമ്പിൻ തോട്ടത്തിലാണ്. ഇവിടെ ഇപ്പോൾ കരിമ്പിന്റെ വെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിമ്പിൽ നിന്നും ശർക്കര വരെയുള്ള യാത്രയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീലക്ഷ്മി പ്രദീപ്. വെൽക്കം ടു ചേസിംഗ് ദ വണ്ടർ. രണ്ടര ഏക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. തിരുവല്ലയിലെ കല്ലുങ്കലുള്ള കരിമ്പ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മാധുരി എന്ന ഇനം കരിമ്പാണ് മുഖ്യമായും ഇവിടെ ഉള്ളത്. കരിമ്പ് ഗവേഷണ കേന്ദ്രം ഇപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. വെട്ടിയെടുത്ത കരിമ്പ് കെട്ടുകളാക്കി ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. കരിമ്പ് കെട്ടുകൾ ചുമന്ന് തൂക്കം രേഖപ്പെടുത്തിയ ശേഷം ശർക്കര നിർമ്മാണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനായി വാഹനത്തിൽ കയറ്റുന്നു. കുംഭമാസത്തിലെ പൊള്ളുന്ന ചൂടിനെ വകവയ്ക്കാതെയാണ് തൊഴിലാളികൾ പാടത്ത് കരിമ്പ് വെട്ടിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വർദ്ധിച്ച കൃഷി ചിലവും അതിനനുസരിച്ച് ലാഭം കിട്ടാത്തതും കർഷകരെ ഇപ്പോൾ കരിമ്പ് കൃഷിയിൽ നിന്നും പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന കരിമ്പ് പാടങ്ങൾ പലതും ഇന്ന് തരിശായി കിടക്കുകയോ മറ്റു കൃഷികൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്നു. കരിമ്പ് കെട്ടുകൾ നിറച്ച വാഹനം പുറപ്പെടുകയാണ്. ഇനി ശർക്കര നിർമ്മാണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രശാന്ത് എന്ന ചേട്ടന്റെ ഉടമസ്ഥതയിലുള്ള ശർക്കര നിർമ്മാണ യൂണിറ്റാണിത്. യന്ത്രസഹായത്തോടെ കരിമ്പിൽ നിന്നും നീരെടുക്കുകയാണ് ആദ്യം ചെയ്യുക. കരിമ്പിൻ നീര് അരിച്ചെടുത്ത ശേഷം വലിയ പാത്രത്തിൽ തിളപ്പിച്ച് ജലാംശം വറ്റിച്ചെടുക്കുന്നു. മണിക്കൂറുകളോളം സമയമെടുക്കുന്ന പ്രക്രിയയാണിത്. കരിമ്പിൻ ചണ്ടി തന്നെയാണ് തീ കത്തിക്കാൻ ഉപയോഗിക്കുക.
തിളച്ചു വറ്റുമ്പോൾ നിരന്തരം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒപ്പം മുകളിൽ പൊങ്ങി വരുന്ന ചെളി അരിച്ചു മാറ്റുകയും വേണം. ചെളി വെട്ടുക എന്നാണ് ഇതിന് പറയുക. കുറുകിയ ശർക്കര പിന്നീട് മരവി എന്ന വലിയ പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നു. താപനില ഒരേപോലെയായി കുറുകി കിട്ടാൻ ഇവിടെയും നിരന്തരം ഇളക്കി കൊടുക്കണം. പിന്നീട് ചൂട് കുറയുമ്പോൾ ശർക്കര പാത്രങ്ങളിലേക്ക് നിറയ്ക്കുന്നു. പതിയൻ ശർക്കര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രുചിയോ നിറമോ കൂട്ടാനുള്ള കൃത്രിമ വസ്തുക്കളൊന്നും ഇവിടെ ചേർക്കുന്നില്ല. പച്ചക്കരിമ്പിന്റെ മണമുള്ള ശുദ്ധമായ തിരുവൻവണ്ടൂർ ശർക്കര തയ്യാറായി കഴിഞ്ഞു. ഗുണവിശേഷം കൊണ്ടും മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത കൊണ്ടും ഭൗമസൂചികയിൽ ഇടം പിടിച്ചതാണ് തിരുവൻവണ്ടൂർ ശർക്കര. ഒരു പാട്ട ശർക്കര 25 കിലോയാണ്. 2500 രൂപയാണ് ഒരു പാട്ട ശർക്കരയുടെ വില. 1 കിലോ മുതൽ ചെറിയ അളവിലും ഇവിടെ ശർക്കര വിൽക്കുന്നുണ്ട്. 150 രൂപയാണ് 1 കിലോയ്ക്ക്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.